യെസ് മകളെ, ഫാസിൽ സാറാണ് MS സൊല്യൂഷൻസ്. ഇന്നത്തെ ഓണം എക്സാം +2 മാത്സിൻ്റെ ഓണം എക്സാമിനേഷൻ എല്ലാവരും അടിപൊളിയായി എഴുതിയെന്ന് വിചാരിക്കുന്നു. നമുക്കൊരു 2-3 ക്വസ്റ്റ്യനിലെ പരമാവധി ഒരു 3 ക്വസ്റ്റ്യന് നല്ല ഹയർ ലെവലിൽ വന്നു എന്നൊഴിച്ചു കഴിഞ്ഞാൽ നല്ല ഒരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. ഈ നിലവാരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഇനി നിങ്ങൾ എന്ത് ചെയ്യണം, അടുത്ത ക്രിസ്മസിനും അതുപോലെ തന്നെ മോഡൽ അതുപോലെ മെയിൻ എക്സാമിനൊക്കെ പ്രതീക്ഷിക്കണം കേട്ടോ. അപ്പം കുറച്ച് കോൺസെപ്റ്റൊക്കെ അറിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും വന്നായിരുന്നു. എന്നാൽ ഡയറക്റ്റ് ഡിറ്റർമിനൻ്റ് ഒക്കെ ഡയറക്റ്റ് കാണാനുള്ള ക്വസ്റ്റ്യനും വന്നായിരുന്നു അല്ലേ. അപ്പോൾ നമുക്ക് ഒന്ന് എന്ത് ചെയ്യാം, ആൻസർ ക്യൂവിലൂടെ ഒന്ന് കണ്ണോടിച്ച് പോവാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് തന്നു, ബി എന്ന് പറയുന്ന ഒരു മെട്രിക്സ് തന്നു, 3A കാണണം അല്ലേ. അപ്പോൾ സാർ ഇവിടെ ആൻസർ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ് 3A? ഓരോ എലമെൻറ്റിനെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എയിലെ ഓരോ എലമെൻറ്റും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഇങ്ങനെ കിട്ടും. ഓക്കെ, അപ്പം 3A എന്ന് പറയുന്ന മെട്രിക്സ് കണ്ടുപിടിക്കാൻ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ 3A - B എന്താ ചെയ്യാനുള്ളത്? 3A എന്ന് പറയുന്ന ഈ മെട്രിക്സിൽ നിന്ന് B എന്ന് പറയുന്ന ഈ മെട്രിക്സ് നമ്മൾ മൈനസ് ചെയ്യുന്നു. ഇതേ മൈനസ് ചെയ്യുമ്പോൾ 3 - -3 അത് ശ്രദ്ധിക്കണം കേട്ടോ. അത് 6 വരിക അല്ലേ. 3 + 3 ആയി മാറും. 9 - -3 അല്ലേ. അടുത്തത് 9 - 1 അല്ലേ, അത് 8 മാറും. -6 - 4 അത് -10 ആയി മാറും. ശരിയല്ലേ? അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. സിമ്പിൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ചില ക്വസ്റ്റ്യൻസ് നല്ല ടഫുള്ള സാറ് ചെയ്തു തരും കേട്ടോ. ഇതും അതുപോലെ തന്നെ ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നോക്കുക, മാട്രിക്സ് AIJ ഓഫ് ഓർഡർ 3 സച്ച് ദാറ്റ് AIJ I - J. അപ്പം AIJs I - J ആണ്. അപ്പോൾ A11 എന്താണ്? 1 - 1 0. A12 എന്താണ്? 1 - 2 - 1. A21 എന്താണ്? 2 - 1 1. A22 എന്താണ്? 2 - 2 0. അപ്പോൾ നമുക്ക് 0 - 1 1 0 ഇങ്ങനെ കിട്ടും നമുക്ക്. ശരിയല്ലേ? ഈ മെട്രിക്സ് സിമെട്രിക് ആണോ സ്ക്യൂ സിമെട്രിക് ആണോ എന്നാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളത് അല്ലേ. സ്കേലാർ ആണോ ഐഡൻറ്റിറ്റി ആണോ? എന്തായാലും ഇത് ഐഡൻറ്റിറ്റി അല്ല, സ്കേലാർ മെട്രിക്സും അല്ല. കാരണം സ്കേലാർ മെട്രിക്സിൽ ഇവിടെ ഈക്വൽ വാല്യൂസ് ആണ് വരിക. അപ്പോൾ അത് രണ്ടും അല്ല. ശരിയല്ലേ? ഓക്കെ, ഇനി നമുക്ക് നോക്കണം. സ്കേലാർ മെട്രിക്സ് അറിയാലോ അല്ലേ. സ്കേലാർ മെട്രിക്സ് ഡയഗണൽ non-zero ആകണം, ബാക്കിയുള്ളവരൊക്കെ 0 ആകണം. ഡയഗണൽ ഏതെങ്കിലും non-zero ആയാൽ മതി കേട്ടോ. ഓക്കെ, അതാണ് സ്കേലാർ മെട്രിക്സ്. അപ്പോൾ ഇത് രണ്ടും അല്ല. ഇനി നമുക്ക് നോക്കാനുള്ളത് സിമെട്രിക്കും സ്ക്യൂ സിമെട്രിക്കുമാണ്. ഇത് നമ്മുടെ ക്ലാസ്സുകളിൽ ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. സിമെട്രിക് സ്ക്യൂ സിമെട്രിക് നോക്കാനുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻ എങ്ങനെ നോക്കണം. 1 മാർക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളത് ട്രാൻസ്പോസ് എടുത്തൊന്നും ചെയ്യേണ്ട. ഞാനന്ന് പറഞ്ഞത് ഓർക്കുന്നുണ്ട് ഞാൻ വിചാരിക്കുന്നു. ഡയഗണൽ വെട്ടിക്കളയുക കേട്ടോ. നമ്മൾ യൂട്യൂബ് ലൈവിൽ പറഞ്ഞതാണ്, പ്രഡിക്ഷൻ ലൈവിൽ എല്ലാവരും മുന്നേ നടന്ന ലൈവുകളിലൊക്കെ നമ്മൾ പറഞ്ഞതാണ്, ക്ലാസ്സുകളിലും ഓൾറെഡി പറഞ്ഞതാണ്. ഡയഗണൽ വെട്ടിക്കളഞ്ഞാൽ ബാക്കി ഓപ്പോസിറ്റുള്ളത് പരസ്പരം നെഗറ്റീവുകളാണെങ്കിൽ സ്ക്യൂ ആണ്. ഓപ്പോസിറ്റുള്ള ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ അത് സിമെട്രിക് ആണ്. അപ്പം ഡയഗണൽ വെട്ടിക്കളഞ്ഞു, ഈ 2 എലമെൻറ്റുകൾ പരസ്പരം ഓപ്പോസിറ്റ് ഉള്ളതാണ്, അവർ ഓപ്പോസിറ്റ് സൈൻ ആണ് അല്ലേ. പരസ്പരം നെഗറ്റീവുകളാണ്, ഒന്നിൻ്റെ നെഗറ്റീവാണ് -1, അതുകൊണ്ട് സ്ക്യൂ ആണ്. അല്ലാതെ അവിടെ ട്രാൻസ്പോർട്ട്സ് ഒന്നും എടുത്ത് ചെയ്യാൻ നിൽക്കേണ്ട കാര്യമില്ല. സിമ്പിൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ദെൻ അടുത്തത് യൂസിങ് ഡിറ്റർമിനൻറ്റ് എന്ത് ചെയ്യുക, ഏരിയ ഓഫ് ട്രയാങ്കിൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ. നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്തതാണ്. ഈ ഒരു 1 2 എഴുതി സാറ് അല്ലേ. ഇത് ഉപയോഗിച്ച് മെട്രിക്സ് ഉണ്ടാക്കുക. 1 2 7 4 2 8. പിന്നെ നിങ്ങൾ 1 1 1 ഇടുക. ഈ ഡിറ്റർമിനൻറ്റ് കാണുക. ഡിറ്റർമിനൻറ്റ് കാണുന്നത് ഞാനിപ്പം ആൻസർക്ക് ഡിസ്കഷൻ ആയതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല. ചെയ്ത് കഴിഞ്ഞാൽ 34 കിട്ടും. അതിൻ്റെ 1/2 17 ആണ്. ഇത് 17 സ്ക്വയർ യൂണിറ്റ് എന്നാണ് ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് വരിക. ഓക്കെ, ഇതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത 4th ക്വസ്റ്റ്യൻ നോക്കാം. ഇത് നമ്മൾ ഇച്ചിരി ടഫുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ വളരെ പെട്ടെന്ന് ചെയ്യാവുന്നതായിരുന്നു. ഇത് നമ്മൾ ഇച്ചിരി ഒരു കുറച്ചൊന്ന് ചിന്തിച്ച് സോൾവ് ചെയ്ത് പഠിച്ച കുട്ടികൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ നമ്മുടെ NCERTയിലെ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ചോദിച്ചു തന്നെയാണ്. എന്താണ് ഈ കോസ് തീറ്റ സൈൻ തീറ്റ, കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ? ഈ മോഡൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ മോഡൽ 1 - cos θ / sin θയുടെ ഒരു ക്വസ്റ്റ്യൻ വരുന്ന രീതിയിലുള്ളൊരു മോഡൽ സാറ് ചെയ്തിട്ടുണ്ട്. ഓർക്കുന്നുണ്ടോ? √1 + x². രണ്ടാമത്തെ സ്റ്റെപ്പിലെത്തുമ്പോൾ ഇതിൻ്റെ വേറൊരു രൂപത്തിലെത്തും. ഓക്കെ, കോസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പം നമ്മൾ കോസ് തീറ്റ സൈൻ തീറ്റ, കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റയാണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ചെയ്യാനുള്ളത് എല്ലാ എല്ലാറ്റിനെയും കോസ് തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇവിടെയും കോസ് തീറ്റ ഡിവൈഡ് ചെയ്തു. നോക്കുക മക്കളെ, ഇവിടെയും കോസ് തീറ്റ ഡിവൈഡ് ചെയ്തു, ഇവിടെയും കോസ് തീറ്റ ഡിവൈഡ് ചെയ്തു, ഇവിടെയും കോസ് തീറ്റ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ കോസ്/കോസ് 1 വരും, സൈൻ/കോസ് ടാൻ വരും. ശരിയല്ലേ മക്കളെ? അത് കഴിഞ്ഞാൽ ഇവിടെ കോസ്/കോസ് 1 വരും, സൈൻ/കോസ് ടാൻ വരും.
ഓക്കെ. അപ്പോൾ നമുക്ക് ഇത് നമ്മൾ +1 പഠിച്ച റിസൾട്ടാണ്. ഇതെന്താണ്? tan π/4 - x-ൻ്റെ റിസൾട്ടാണ് ഈ കാണുന്നത്. 1 - tan θ 1 + tan θ. ഇത് തല തിരിഞ്ഞിട്ട് വരികയാണെങ്കിൽ 1 + tan θ 1 - tan θ ആണെങ്കിൽ എന്ത് വരും? തീറ്റ കേട്ടോ. tan π/4 + തീറ്റ എന്ന് വരും. സോ ഇവിടെ 1 - tan x / 1 + tan x എന്ന് പറയുന്നത് tan π/4 - x ആണ്. അപ്പോൾ ഈ ഒരു സംഭവം മാത്രം നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു മോഡൽ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ഓർക്കുന്നവർക്ക് എന്തായാലും എന്ത് ചെയ്യാം, ഇത് ചെയ്യാൻ കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് വരും? ഇത് tan ഇൻവേഴ്സ് tan π/4 - x എന്ന് അകത്ത് വരും. tan ഇൻവേഴ്സും ടാനും വെട്ടിപ്പോയാൽ π/4 - x വളരെ സിമ്പിളായിട്ട് കിട്ടും. ഓക്കെ. അടുത്തത് 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഇച്ചിരി ലിറ്റിൽ ബിറ്റ് ബുദ്ധി പ്രയോഗിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഈ ക്വസ്റ്റ്യന് പ്രതീക്ഷിച്ചത് ഇങ്ങനെയല്ല. ഒരു മെട്രിക്സ് തന്നിട്ട് എ ഇൻറ്റു അഡ്ജോയിൻ്റ് എ ഡിറ്റർമിനൻ്റ് എ ഇൻറ്റു ഐ ആണെന്ന് പ്രൂവ് ചെയ്യാൻ ക്വസ്റ്റ്യൻ ചോദിക്കും. = ഡിറ്റർമിനൻ്റ് എ ഇൻറ്റു ഐ എന്ന് ക്വസ്റ്റ്യൻ നമുക്ക് പ്രൂവ് ചെയ്യാൻ ചോദിക്കാറുണ്ട് അല്ലേ. എ ഇൻറ്റു അഡ്ജോയിൻ്റ് എ = ഡിറ്റർമിനൻ്റ് എ ഇൻറ്റു ഐ എന്ന് പറയുന്ന ഈ ഒരു ടൈപ്പ് പ്രൂവ് ചെയ്യാനാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. ബട്ട് അത് കുറച്ചുകൂടി എന്ത് ചെയ്തു, ഒന്ന് ചിന്തിക്കേണ്ട തലത്തിലോട്ട് മാറ്റി എന്നേ ഉള്ളൂ. വേറൊന്നും പേടിക്കാനില്ല. അപ്പോൾ നമുക്ക് ഡിറ്റർമിനൻ്റ് എ ഇൻറ്റു ഐ എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനൻ്റ് എ ഇൻറ്റു 1 0 0 0 1 0 0 0 1, കാരണം ഓർഡർ 3 ആണെന്ന് വന്നിട്ടുണ്ട്. ഓക്കെ. ഇനി നോക്കിയേ മക്കളെ, ഇതിനകത്ത് ഇത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഈ ഡിറ്റർമിനൻ്റ് എ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. 0 0 0 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡിറ്റർമിനൻ്റ് എ 0 കൊണ്ട് 0 0 0 ഡിറ്റർമിനൻ്റ് എ വീണ്ടും വന്നു. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? ഇതാണ് എ ഇൻറ്റു അഡ്ജോയിൻ്റ് എ എന്ന് പറയുന്ന മെട്രിക്സ് വരുന്നത്. ഓക്കെ. ഇനി അവർ പറഞ്ഞിട്ടുണ്ട് ഇതിൽ ഒരു എലമെൻറ്റ് 2 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിലെ ഒരു എലമെൻറ്റ് എന്താണ്? 2 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. മക്കളെ ശ്രദ്ധിക്കട്ടോ, ഇതിലെ ഒരു എലമെൻറ്റ് 2 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതായിരിക്കും എലമെൻറ്റ്? ബാക്കി എല്ലാവരും 0 അല്ലേ? അപ്പോൾ ഈ ഡിറ്റർമിനൻ്റ് എൻ്റെ സ്ഥാനത്ത് വരുന്നതല്ലേ 2 ആയിട്ട് വരിക. അപ്പോൾ നമുക്ക് 2 0 0 0 2 0 0 0 2 എന്നുള്ളതല്ലേ ആ മെട്രിക്സ് കിട്ടുക. ഇസ് ഇറ്റ് ക്ലിയർ അല്ലേ? അപ്പം എ ഇൻറ്റു അഡ്ജോയിൻ്റ് എ നമുക്ക് ഇങ്ങനെ എഴുതാം, കാരണം ഒരു എലമെൻറ്റ് 2 ആണ്. ഡിറ്റർമിനൻ്റ് എ ഇൻറ്റു ഐ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഡയഗണലിലും ഈ ഡയഗണലിൽ മുഴുവനും എന്ത് വരും? ഡിറ്റർമിനൻ്റ് വരും, ഡിറ്റർമിനൻ്റ് എ വരും. നമ്മളോട് പറഞ്ഞു ഒരു എലമെൻറ്റ് 2 ആണ്. അപ്പോൾ അത് ഏതായിരിക്കും ആ എലമെൻറ്റ്? ഇവിടെ വരുന്നതല്ലേ. ബാക്കി എല്ലാവരും 0 അല്ലേ, വേറെ എവിടേക്കും 2 വരാൻ പറ്റൂലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതായിരിക്കും ആ എ ഇൻറ്റു അഡ്ജോയിൻ്റ് എ. ഇനി നോക്കുക, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ഡിറ്റർമിനൻ്റ് എ? ക്ലിയർലി ഈ വരുന്ന ഇവിടെ ഡയഗണലാണ് ഡിറ്റർമിനൻ്റ് എ. ആ ഡിറ്റർമിനൻ്റ് എ എന്താണ്? 2 ആണ്. ഒരു എലമെൻറ്റ് 2 ആണെന്ന് പറഞ്ഞു. അതാരായിരിക്കും? ഡിറ്റർമിനൻ്റ് ആയിരിക്കും. ഫൈൻഡ് ഡിറ്റർമിനൻ്റ് ഓഫ് അഡ്ജോയിൻ്റ് എ. ഇനി ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് തേടി പോകേണ്ട കാര്യമില്ല. ഡിറ്റർമിനൻ്റ് ഓഫ് അഡ്ജോയിൻ്റ് എക്ക് നിങ്ങൾ റിസൾട്ട് പഠിച്ചിട്ടുണ്ട്. നോക്കുക, ഡിറ്റർമിനൻ്റ് ഓഫ് അഡ്ജോയിൻ്റ് എ എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനൻ്റ് എ റേസ് ടു n - 1 ആണ്. n എന്ന് പറഞ്ഞാൽ ഓർഡറാണ്, ഇവിടെ ഓർഡർ 3 ആണ്. അപ്പം ഡിറ്റർമിനൻ്റ് എ റേസ് ടു 3 - 1. അപ്പോൾ എന്ത് വരും? ഡിറ്റർമിനൻ്റ് എൻ്റെ സ്ക്വയറാണ് വരിക. അപ്പോൾ ഇത് ഡിറ്റർമിനൻ്റ് എൻ്റെ സ്ക്വയർ വരും, അഥവാ 2ൻ്റെ സ്ക്വയർ 4 എന്ന് വരും. ഇനി അങ്ങനെ ചെയ്യണമെന്നില്ല, അത് ജസ്റ്റ് ഡിറ്റർമിനൻ്റ് കാണാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. നേരിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും 0 ആയി പോകും. 2 × 2 4 മാത്രമേ ഉണ്ടാവുള്ളൂ. ഇസ് ഇറ്റ് ക്ലിയർ? യെസ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടെ എന്ത് ചെയ്യും, നമുക്ക് ഡിറ്റർമിനൻ്റ് നമുക്ക് കിട്ടും. 3 ക്വസ്റ്റ്യനും നമ്മൾ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇതൊരു കുറച്ച് ട്രിക്കി ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, യെസ്. ഇനി അടുത്തത് ഇതാടാ, ഈ ഒരു മോഡൽ ഇതേ സാറ് നമ്മൾ എല്ലാറ്റിനും ചെയ്തിട്ടുണ്ട്. പക്ഷേ ചെയ്തത് സൈൻ ഇൻവേഴ്സ് എക്സ് ആണ് എന്ന് മാത്രം. ഓക്കെ, ഞാൻ പ്രതീക്ഷിച്ചത് സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് വരുന്നതാണ്. ഓക്കെ, എന്നാലും നമുക്ക് എന്തായി, ഞാൻ അപ്പോഴേ പറഞ്ഞിട്ടുണ്ട് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിനകത്താണ് അല്ലേ. പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിനകത്താണ് നമ്മൾ പ്രഡിക്ഷനിലും എല്ലാറ്റിലും പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ആണിത് അല്ലേ. പക്ഷെ ഞാൻ പറഞ്ഞത് സൈൻ ഇൻവേഴ്സ് സൈൻ എക്സാണ്, ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ ചോദിച്ചത് ടാൻ ഇൻവേഴ്സ് ടാൻ എക്സ് ആണ്. എന്നാലും അത്രയും അടുത്തെത്തിയിൽ എനിക്ക് സന്തോഷം. എന്താണ് ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച്? കാണാതെ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. -π/2 to π/2 ഓപ്പൺ ആണ്, ക്ലോസ്ഡ് അല്ല. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, ഇനി നോക്കുക, ഇതാ ഫൈൻഡ് ദ വാല്യൂ ഓഫ് ടാൻ ഇൻവേഴ്സ് ടാൻ 13π/6. ഈ മോഡൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. സൈൻ ഇൻവേഴ്സ് സൈൻ 2π/3 ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ടാൻ ഇൻവേഴ്സ് ടാൻ 13π/6 മോഡൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഓൾറെഡി ഡിസ്കസ് ചെയ്ത് പഠിച്ചതാണ്. ഓക്കെ, ഇത് നമ്മൾ പ്രഡിക്ഷനിൽ എല്ലാറ്റിലും ഉൾപ്പെടുത്തിയതുമാണ്. പക്ഷേ ഈ ഒരു വാല്യൂ അല്ല എന്നുള്ളത് ഞാൻ സമ്മതിക്കുന്നു. വാല്യൂ അടക്കം പ്രഡിക്റ്റ് ചെയ്യണമെങ്കിൽ അറിയാലോ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത്. അത് നമുക്ക് പരമാവധി കഴിഞ്ഞില്ല. ഓക്കെ, എന്നാലും
മോഡൽ കറക്റ്റാണ് കേട്ടോ, അതൊക്കെ ഡിസ്കസ് ചെയ്ത മോഡലാണ് അല്ലേ? യെസ്, ഓക്കെ. അപ്പോൾ നോക്കുക എന്താ ചെയ്യേണ്ടത്, 13π/6 ഞാൻ എന്താക്കി മാറ്റി 12π+π എന്ന് എഴുതി. എന്താ കാരണം? സാറ് പറഞ്ഞിട്ടുണ്ട് ഡിനോമിനേറ്ററിൻ്റെ മൾട്ടിപ്പിളിൻ്റെ ഉപയോഗിച്ചിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ 6 ഉപയോഗിച്ച് 13 എഴുതുമ്പോൾ 6+7 എന്ന് എഴുതേണ്ടി വരും. അപ്പോൾ അത് പിന്നെയും വലുതായി പോകും. പക്ഷേ 6ൻ്റെ മൾട്ടിപ്പിളായ 12നോട് 1 കൂട്ടിയാൽ 13 കിട്ടും. 12നോട് 1 കൂട്ടിയാൽ നമുക്ക് 13 കിട്ടും. അപ്പോൾ ഞാൻ അതിനെന്ത് ചെയ്തു, 12 + 1π വൈദ്യുതി /6. ഇനി 12ഉം 6ഉം വെട്ടിക്കഴിഞ്ഞാൽ 2π കിട്ടും. പൈയും 6ഉം π/6 എന്ന് വരും. ഓക്കെ മക്കളെ, നമുക്ക് റിസൾട്ട് അറിയാലോ. tan π+x എന്താണ്? പൈ അല്ല, 2π+x എന്താണ്? tan x ആണ് എന്നുള്ള റിസൾട്ട് നമുക്കറിയാം. അപ്പോൾ നമുക്ക് ഇവിടെ 2π+π/6 എന്ത് വരും? π/6 തന്നെ വരും. tan ഇൻവേഴ്സും ടാനും വെട്ടി π/6 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, മോഡൽ നമ്മൾ ചെയ്ത മോഡൽ തന്നെയാണ് കേട്ടോ. ഇനി അടുത്ത് ലെറ്റ് ദ ഈക്വലൻ്റ് ക്ലാസ് എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. പക്ഷേ ഇത് കുറച്ച് ടഫ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? ലെറ്റ് ദ ഈക്വലൻ്റ് ക്ലാസ് ഫോംഡ് ബൈ ആൻ ഈക്വലൻസ് റിലേഷൻ ഓൺ എ സെറ്റ് എ എന്ന് പറയുന്ന സെറ്റിൽ ഓക്കെ ആർ സെറ്റ് 1 2 ആൻഡ് സെറ്റ് 3 ആണ്. അപ്പം സെറ്റ് 1 2 ഒരു ഈക്വലൻ്റ് ക്ലാസ് ആണ്. അങ്ങനെയാണെങ്കിൽ 1ൻ്റെയും 2ൻ്റെയും ഈക്വലൻ്റ് ക്ലാസ് ആയിരിക്കും സെറ്റ് 1 2. ക്ലിയർ ആയോ? കാരണം എന്താ, ആകെ രണ്ട് ഈക്വലൻ്റ് ക്ലാസ് ആണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതിനർത്ഥം എന്താണ്? 1ന് 1മായി റിലേഷൻ ഉണ്ട് അല്ലേ? ഒരു എലമെൻറ്റുമായി റിലേഷനുള്ള ആളുകളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ സെറ്റിൽ നമ്മൾ ഈക്വലൻ്റ് ക്ലാസ്സിൽ എഴുതുന്നത്. ഈക്വലൻ്റ് ക്ലാസ്സിലുള്ള എല്ലാവരും എന്താണ്? സെറ്റ് എയിലുള്ള എലമെൻ്റ് ആണ്. അപ്പോൾ മക്കളെ നോക്കുക, ഇതൊരു ഈക്വലൻ്റ് റിലേഷൻ ആണ് അല്ലേ? ഈക്വലൻ്റ് റിലേഷൻ ആണെങ്കിൽ എന്താണ്? സെറ്റ് എയിലെ എല്ലാ എലമെൻറ്റും റിഫ്ലക്സീവ് ആണ് അല്ലേ? റിഫ്ലക്സീവ് ആണ്. അപ്പോൾ എന്തായാലും 1ന് 1 8, 2ന് 2 8, 3ന് 3 8 റിലേഷൻ ഉണ്ട്. അപ്പം ഈ 3 എലമെൻറ്റ് വന്നു കഴിഞ്ഞാൽ, ഈ 3 എലമെൻറ്റ് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? സെറ്റ് എ കിട്ടി. അപ്പോൾ സെറ്റ് എ കിട്ടാൻ ഒരു പണിയില്ല. ഈക്വലൻ്റ് ക്ലാസ്സിൽ 1ഉം 2ഉം വന്നു പറഞ്ഞാൽ സെറ്റിൽ 1ഉം 2ഉം ഉണ്ട് എന്ന് അർത്ഥം. ഇപ്പുറത്ത് 3 വന്നു കഴിഞ്ഞാൽ സെറ്റിൽ 3 ഉണ്ട് എന്നുള്ളതാണ് അർത്ഥം. ഇസ് ഇറ്റ് ക്ലിയർ അല്ലേ? അപ്പം ഇവിടെ 1ൻ്റെയും 2ൻ്റെയും ഈക്വലൻ്റ് ക്ലാസ് ആണ് ആദ്യം തന്നത്, 3ൻ്റെ ഈക്വലൻ്റ് ക്ലാസ് ആണ് പിന്നെ തന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി റിഫ്ലക്സീവ് വഴിയൊന്നും പോകണ്ട, നേരിട്ട് പോയാൽ മതി. 1ന് 1 റിലേഷനാണ്, 1ന് 2 റിലേഷനാണ്, 2ന് 1ഉം റിലേഷനാണ്, 2ന് 2ഉം റിലേഷനാണ്. മക്കളെ ശ്രദ്ധിക്കുക, ഇവിടെ 2ന് 3 ഇല്ല, കാരണം 3ൻ്റെ ഈക്വലൻ്റ് ക്ലാസ് വേറെയാണ്, 3 മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് 3ന് 3ഉമായിട്ട് മാത്രമാണ് റിലേഷൻ. കാരണം റിഫ്ലക്സീവ് ആകണമെങ്കിൽ എന്ത് വേണം? 3 3 നിർബന്ധമായിട്ടും വേണം. എന്തുകൊണ്ടാണ് 2ന് 3ഉമായി റിലേഷൻ ഇല്ലാത്തത്? അതായത് 3ൻ്റെ റിലേഷനിൽ 3 മാത്രമേ ഉള്ളൂ. 3 3 എന്തായാലും വേണം താനും, എന്നാലേ അത് റിഫ്ലക്സീവ് ആകുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 3 3 എഴുതാനേ മാത്രമേ പറ്റുള്ളൂ, 2 3 എഴുതാൻ പറ്റില്ല. കാരണം 3ൻ്റെ ഈക്വലൻ്റ് ക്ലാസ്സിൽ ആരില്ല? നമുക്ക് 2 ഇല്ല കേട്ടോ. അപ്പോൾ ഇതാണ് ആ ഒരു റിലേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഇത് നമുക്ക് എന്താണ്, കുറച്ച് ടഫുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ എന്ന് വന്നത് കേട്ടോ. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യന്, ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ. ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ +1 യെസ് ഓക്കെ, ഇത് നമ്മുടെ +1 ആ ലിമിറ്റ് കാണുന്ന മെത്തഡോളജി ഉപയോഗിച്ചിട്ട് ലിമിറ്റ് കാണണമെന്ന് മാത്രം, അത്ര ഇതിൽ എന്തുള്ളൂ, വ്യത്യാസമുള്ളൂ കേട്ടോ. യെസ് മക്കളെ ശ്രദ്ധിച്ചോളൂ. നമുക്കിവിടെ ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ f(x) = x² - 4/x - 2 അല്ലേ? യെസ് ഓക്കെ, x² - 4/x - 2, x ≠ 2 ആണ്. അത് കണ്ടിന്യൂസ് അല്ല എന്ന് തെളിയിക്കണം. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? ലിമിറ്റ് കാണണം. സാറ് പറഞ്ഞു ≠ വന്നു കഴിഞ്ഞാൽ ലെഫ്റ്റ് ലിമിറ്റോ റൈറ്റ് ലിമിറ്റോ ഒന്നുമില്ല, ഒറ്റ ലിമിറ്റ് മാത്രമേ ഉള്ളൂ. അതെങ്ങനെ കാണാം? നമുക്ക് ലിമിറ്റ് x → 2, x² - 4/x - 2 എന്നെഴുതി. ഓക്കെ, ഇതിൻ്റെ ലിമിറ്റ് x → 2 എഴുതി അല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യും? അതിനെ സിംപ്ലിഫൈ ചെയ്യും. എടാ x² - 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മക്കളെ? x² - 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മീൻ ചെയ്യുന്നത്? യെസ്, x² - 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മീൻ ചെയ്യുന്നത്? ഓക്കെ യെസ് മക്കളെ ശ്രദ്ധിച്ചോളൂ കേട്ടോ. x² - 4 യെസ് മക്കളെ നോക്കിക്കോളൂ കേട്ടോ. x² - 2² എന്നാണ് അതിൻ്റെ മീനിങ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a² - b² എന്ത് വരും? x + 2 × x - 2 എന്ന് വരും. അപ്പോൾ ഇവിടെ x + 2 x - 2. അപ്പോൾ ഈ x - 2 x - 2 വെട്ടിപ്പോയാൽ x + 2 മാത്രമാകും. ഈ 2 ഇപ്പോൾ നമുക്ക് എക്സിന് കൊടുക്കാം. അപ്പോൾ 2 + 2 4 എന്ന് കിട്ടും. ഇസ് ഇറ്റ് ക്ലിയർ അല്ലേ മക്കളെ? ക്ലിയർ അല്ലേ? യെസ്. അപ്പോൾ ലിമിറ്റ് 4 ആണ്.
പക്ഷേ നോക്കുക ലിമിറ്റ് നോക്കുക എഫ് ഓഫ് ടു എന്ന് പറയുന്നത് 1 ആണ്. കാരണം എക്സ് ഈക്വൽ ടു 2ൽ 1 നമ്മുടെ ഫംഗ്ഷൻ. അപ്പോൾ നമ്മുടെ എഫ് ഓഫ് ടു എന്ന് പറയുന്നത് 1 ആണ്. അപ്പം 4 എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ അല്ല? 1 ഈക്വൽ അല്ല. അതുകൊണ്ട് ലിമിറ്റും ഫംഗ്ഷൻ വാല്യൂ ഈക്വൽ അല്ല. അത് കണ്ടിന്യൂസ് അല്ല. നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി ചോദിക്കുകയാണ്, how can we redefine the value of the function x equal to 2? x equal to 2 എന്ത് ചെയ്യണം? to make it continuous function. അതൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആക്കണമെങ്കിൽ x equal to 2ലെ ഫംഗ്ഷൻ എന്തായിരിക്കണം മക്കളെ? ഇവിടെ ഈ ലിമിറ്റ് 4 എന്ന് വന്നല്ലോ. അപ്പോൾ ഇവിടെ എന്ത് വരണം? 4 എന്ന് വരണം. അഥവാ എഫ് ഓഫ് 2 എന്ന് പറയുന്നത് 4 ആയിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യെസ്, എഫ് ഓഫ് 2 1 അല്ല, ഇവിടെ എഫ് ഓഫ് 2 ആട്ടോ. ഓക്കെ, എഫ് ഓഫ് 2 എന്ന് പറയുന്നത് 4 ആയിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാമായിരുന്നു? ഇത് ഓൾറെഡി നമുക്ക് ചെയ്യാമായിരുന്നു. ഇസ് ഇറ്റ് ക്ലിയർ? കണ്ടിന്യൂസ് ആകുമായിരുന്നു. ഓക്കെ ആണോ മക്കളെ? യെസ്. ഓക്കെ, ഞാൻ വേഗത്തിൽ പോകുന്നു. അടുത്തത് നോക്കുക, എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും നമ്മൾ ചെയ്ത മോഡലാണ്. പക്ഷെ നമ്മൾ കോസ് എക്സും എക്സ് ക്യൂബ് ഒക്കെ ചെയ്തു. അവർ 2 ഫംഗ്ഷൻ തന്നു. സാറ് പറഞ്ഞിട്ടുണ്ട് എന്താണ്? ഇത് നമ്മൾ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. യെസ്, നമ്മൾ ചെയ്ത ഇതേ വാല്യൂ അല്ല വന്നതെന്ന് മാത്രം. എഫ് കോമ്പോസിറ്റ് ജി ഓഫ് എക്സ് നോക്കാം മക്കളെ. എഫ് കോമ്പോസിറ്റ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഈ എഫ് ഓഫ് എക്സ് എഴുതി എന്താ? 3 ഇൻറ്റു, മക്കളെ ശ്രദ്ധിക്കട്ടോ, 3x - 5 ആണ്. അപ്പോൾ 3 ഇൻറ്റു എക്സിൻ്റെ സ്ഥാനത്ത് ജി ഓഫ് എക്സ് ആയ എക്സ് പ്ലസ് 5/3 കൊടുത്തു. എന്നിട്ട് -5 പുറത്തെഴുതി. 3യും 3യും വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ എക്സ് പ്ലസ് 5 - 5 എക്സ് കിട്ടും. ഇനി തിരിച്ചിട്ട് നമ്മൾ ജി കോമ്പോസിറ്റ് എഴുതുമ്പോൾ ജി ആണ് ആദ്യം എഴുതുക. ജി എന്തായിരുന്നു? എക്സ് പ്ലസ് 5/3 ആയിരുന്നു അല്ലേ? അപ്പോൾ ഈ എക്സിൻ്റെ സ്ഥാനത്ത് ഞാൻ ബ്രാക്കറ്റ് ഇട്ടു. അവിടെ എഫിന് എഴുതുക, രണ്ടാമനായിട്ടുള്ള എഫിന് എഴുതി. 3x - 5 എഴുതി. പിന്നെ +5 അവിടെ ഉണ്ട്, /3 എന്താണ്? ജിയിലുണ്ട്, എക്സ് പ്ലസ് 5/3 ഉണ്ട്. ആ എക്സിനെ മാറ്റി അവിടെ എഫ് ഓഫ് എക്സിനെ കൊടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഈ +5ഉം -5ഉം വെട്ടിപ്പോവാലോ. അപ്പോൾ നമുക്ക് 3x/3 വരും. ഇത് രണ്ടും വെട്ടിക്കളഞ്ഞാൽ എക്സ് എന്ന് കിട്ടും. ഇസ് ഇറ്റ് ക്ലിയർ? സോ എഫ് കോമ്പോസിറ്റ് ജിയും ജി കോമ്പോസിറ്റ് എഫും ഈ എക്സ് മാത്രമായി മാറിയാൽ ഇതിനെ വിളിക്കുന്ന പേരാണ് ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സിനെയാണ് ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ. അങ്ങനെ വരികയാണെങ്കിൽ ആരാണ്? എഫിൻ്റെ ഇൻവേഴ്സ് ആണ് ആര്? ജി. ജിൻ്റെ ഇൻവേഴ്സ് ആണ് ആര്? എഫ്. അപ്പം എഫ് കോമ്പോസിറ്റ് ജിയും ജി കോമ്പോസിറ്റ് എഫും എക്സ് ആണ് എന്ന് കിട്ടും. ഇത് രണ്ടും എക്സ് എന്ന് നമുക്ക് കിട്ടി. അതിന് 3 മാർക്ക് കിട്ടും. ഇനി 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അത് എക്സ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? എഫ് ഈസ് ദ ഇൻവേഴ്സ് ഓഫ് ജി. ഇത് നമ്മൾ വേറെ 1 1 1 2 വെച്ചിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. ഇതേ സാധനം ഇന്നലെ പ്രഡിക്ഷനിലും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ പറഞ്ഞ് അത് വേറൊരു ക്വസ്റ്റ്യനിൽ ഇതേ കാര്യം സാറ് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഡിസ്കസ് ചെയ്യാത്ത മേഖലയിലൂടെ അപൂർവമായിട്ട്, ഫോർ എക്സാമ്പിൾ ഇപ്പം ഈ കണ്ട ക്വസ്റ്റ്യന് പോലെ ഇത് നമ്മൾ ഇത് മോഡൽ ഡിസ്കസ് ചെയ്തതാണ്. ഞാൻ പറഞ്ഞ ആ ഒരു ഡിറ്റർമിനൻറ്റ് എ ഇൻറ്റു ഐ അല്ല, ഈ ഈക്വലൻ്റ് ക്ലാസ് പോലത്തെ ചില ക്വസ്റ്റ്യൻസ് മാത്രമാണ്, 1 2 ക്വസ്റ്റ്യൻ മാത്രമാണ് നമ്മുടെ പ്രതീക്ഷയ്ക്ക് പുറത്തുനിന്ന് വന്നത്. യെസ്, ഇത് കറക്റ്റ് ഈ ക്വസ്റ്റ്യൻ തന്നെ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഈ ക്വസ്റ്റ്യൻ തന്നെ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ വാല്യൂ ഓഫ് കോസ് ഇൻവേഴ്സ് -1/2? യെസ് മക്കളെ, കോസ് ഇൻവേഴ്സ് -1/2 നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. എന്താണ് കോസ് ഇൻവേഴ്സ് -1/2? π മൈനസ് കോസ് ഇൻവേഴ്സ് -1/2. കോസ് ഇൻവേഴ്സിന് നെഗറ്റീവ് വന്നാൽ π മൈനസ് എടുത്തിട്ട് പോസിറ്റീവ് ആക്കണം. സോ π - π/3 ഇറ്റ് ഈസ് 2π/3 എന്ന് വരും. 2π/3. ഇസ് ഇറ്റ് ക്ലിയർ? യെസ്. ഓക്കെ, ഇനി അടുത്തത് യെസ്, ഇതിനൊരു രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പം ആ സാറ് അത് യെസ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. സാറ് ഇങ്ങനെ എഴുതാം. യെസ് മക്കളെ, ഞാൻ എവിടെയും നോക്കിയിട്ട് എഴുതില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സിംപ്ലിഫൈ ചെയ്യാനുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. യെസ്, ശ്രദ്ധിക്കുക മക്കളെ. ആ ക്വസ്റ്റ്യൻ ഞാനൊന്ന് മനസ്സിൽ നിന്ന് എടുത്ത് എഴുതട്ടെ. യെസ്, tan ഇൻവേഴ്സ് 1/2 + tan ഇൻവേഴ്സ് 1/3 കാണാനാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, യെസ്, tan ഇൻവേഴ്സ് 1/2 + tan ഇൻവേഴ്സ് 1/3 എന്ന രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അത് ഞാൻ കട്ട് ചെയ്തപ്പോൾ എവിടെയോ മാഞ്ഞു പോയി. ഇനിയിപ്പോൾ നോക്കണ്ട, നമുക്ക് തന്നെയാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് ചെയ്യാൻ നമ്മൾ പ്രതീക്ഷിക്കാതാണ് ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ എവിടെ നിന്നും ചെയ്തിട്ടുണ്ടാവാൻ വഴിയില്ല കേട്ടോ. അപൂർവം ചില സ്കൂളുകളിലോ അല്ലെങ്കിൽ എവിടെ നിന്നോ നിങ്ങൾ ചിലർ കേട്ടിട്ടുണ്ടാകും, പക്ഷേ ഭൂരിഭാഗം പേരും കേൾക്കാൻ വഴിയില്ല. അപ്പോൾ ഇത് ഞാൻ ചെയ്തുതരാം എങ്ങനെയാണെന്നുള്ളത്. മക്കളെ, ഒരു ഇക്വേഷൻ ഇതിന് പഠിക്കണം. tan ഇൻവേഴ്സ് x + tan ഇൻവേഴ്സ് y. ഇക്വേഷൻ ഇല്ലാതെയും ചെയ്യാം, പക്ഷേ ഇതാണ് സുഖം. അതിന് നമുക്ക് ഒറ്റ tan ഇൻവേഴ്സ് x + y/1 - xy എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് ആരാണ്? 1/2 ആണ്. വൈൻ്റെ സ്ഥാനത്ത് 1/3 ആണ്. ഇത് എക്സും ഇത് y ആയി പരിഗണിച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ എഴുതാം. tan ഇൻവേഴ്സ്
1/2 + 1/3 ബൈ എന്ത് വരും 1 - 1/2 × 1/3. അപ്പോൾ ഇത് നമ്മൾ സോൾവ് ചെയ്യുക. ഭിന്നസംഖ്യ നിങ്ങൾക്ക് അറിയാം, ഞാൻ വേഗത്തിൽ ചെയ്യാം. ഇത് 3 + 2 5, 5/6 എന്ന് വരും അല്ലേ. 5/6 ഡിവൈഡഡ് ബൈ 6. 6ന്ന് 1 പോയി കഴിഞ്ഞാൽ എന്ത് വരും മക്കളെ? ഇത് 2 × 3 6 അല്ലേ. 6 × 2 6, 6ന്ന് 1 പോയാൽ എത്ര വരും? 5. 5/6 തന്നെ താഴെയും വരും. അപ്പോൾ നമുക്ക് tan ഇൻവേഴ്സ് 1 എന്ന് കിട്ടും. അപ്പോൾ ഉത്തരം π/4 എന്ന് കിട്ടും കേട്ടോ. അപ്പോൾ ഈ റിസൾട്ട് അറിയണം. ഇത് സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, അപ്പം ഇത് അങ്ങനെ അല്ലാതെയും ചെയ്യാം കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെ അല്ലാതെയും ചെയ്യാം. അപ്പോൾ ഞാൻ പെട്ടെന്ന് ചെയ്യാനുള്ള മാർഗം ഇത് മാത്രമാണ് കേട്ടോ. യെസ്, ഓക്കെ. ഇനി നോക്കുക, എ ഇൻവേർട്ടിബിൾ ആണെങ്കിൽ എത്രയോ തവണ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എ ഇൻവേർട്ടിബിൾ ആണെങ്കിൽ ഡിറ്റർമിനൻറ്റ് എ ഇൻവേഴ്സ് എന്താണ്? 1/ഡിറ്റർമിനൻറ്റ് എ ആണ്. അതിൻ്റെ കൂടെ തന്നെ പറഞ്ഞാൽ ഡിറ്റർമിനൻറ്റ് ഓഫ് അഡ്ജോയിൻറ്റ് എ എന്താണ്? ഡിറ്റർമിനൻറ്റ് ഓഫ് അഡ്ജോയിൻറ്റ് എ ഡിറ്റർമിനൻറ്റ് എ റേസ് ടു n-1 ആണ്. ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. കെ ഡിറ്റർമിനൻറ്റ് എ എന്താണ്? കെ റേസ് ടു n ഡിറ്റർമിനൻറ്റ് എ ആണ്. അക്കൂട്ടത്ത് പറഞ്ഞതാണ് എന്ത്? ഡിറ്റർമിനൻറ്റ് ഓഫ് എ ഇൻവേഴ്സ് 1/ഡിറ്റർമിനൻറ്റ് എ ആണ്. ഇനി മക്കളെ നോക്കുക, ചെക്ക് വെദർ ദ മാട്രിക്സ്, ഈ മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് ആണോ ഈ മെട്രിക്സ്? സോറി, എ എന്ന് പറയുന്ന മെട്രിക്സ് ബി എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് ആണോ? ഓക്കെ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻവേഴ്സുകളാണോ? ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന്, നിങ്ങൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ എന്ത് ചെയ്യാം? ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം? സാധാരണ ചെയ്യുന്ന പോലെ തന്നെ അഡ്ജോയിൻറ്റ് എ കാണുക, ബൈ ഡിറ്റർമിനൻറ്റ് എ ചെയ്തിട്ട് എ ഇൻവേഴ്സോ ബി ഇൻവേഴ്സോ കാണാം. അപ്പോൾ എ ഇൻവേഴ്സ് ഈ ബി ഇൻവേഴ്സ് ഇത് ബി ആണ്. എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഈ ഒരു മെട്രിക്സ് ആണെന്ന് കിട്ടും. അത് ഒരു മെത്തേഡ്, കുറേ പണിയെടുക്കണം. അർജോയിൻ്റ് എയും ഡിവൈഡൊക്കെ പണിയെടുക്കണം. 3 മാർക്കിന് അതിനേക്കാളും സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ് സാർ ഇവിടെ പറയുന്നത് കേട്ടോ. എന്താണ്? നമ്മുടെ കയ്യിൽ ഒരു റിസൾട്ട് ഉണ്ട്. 2 മെട്രിക്സ് ഗുണിച്ച് ഐഡൻറ്റിറ്റി മെട്രിക്സ് കിട്ടിയാൽ എയുടെ ഇൻവേഴ്സാണ് ബി, ബിയുടെ ഇൻവേഴ്സാണ് തിരിച്ച് എ. 2 മെട്രിക്സ് ഗുണിച്ച് ഐഡൻറ്റിറ്റി കിട്ടിയാൽ എയുടെ ഇൻവേഴ്സാണ് ബി, ബിയുടെ ഇൻവേഴ്സാണ് എ. അപ്പോൾ 2 മെട്രിക്സ് നിങ്ങൾ തന്നിട്ട് ഒരാൾ മറ്റേ ആളുടെ ഇൻവേഴ്സ് ആണോ ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? എയും ബിയും ഗുണിച്ചാൽ മതി. അപ്പോൾ എയും ബിയും ഗുണിച്ചാൽ നിങ്ങൾക്ക് ഐ കിട്ടും. ക്ലിയർ ആയോ? അത് നിങ്ങൾ ഗുണിച്ച് നോക്കുക. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചിന്തിച്ചത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒറ്റ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനോട് പണി തീരും. ഇല്ലെങ്കിൽ അഡ്ജോയിൻറ്റ് എ കാണണം, ഡിറ്റർമിനൻറ്റ് എ കണ്ട് എ ഇൻവേഴ്സ് കണ്ടിട്ട് അത് ഈ മെട്രിക്സ് ആണെന്ന് പറഞ്ഞാലും നമുക്ക് എന്തില്ല, കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, യെസ്, ഓക്കെ. അടുത്ത് നമ്മൾ 12ാമത്തെ ക്വസ്റ്റ്യന് പോവുക. യെസ് മക്കളെ, ഇത് ഞാനൊരു ഗ്രാഫ് വരച്ചിട്ടൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നൊരു ക്വസ്റ്റ്യനാണ്. ദേ x² ഇതാ ഇങ്ങനെയാണ് വരിക അല്ലേ. ഗ്രാഫിൽ x² ഇങ്ങനെയാണ് വരിക. ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ് നമ്മൾ പറഞ്ഞാണല്ലേ, ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ്. ഈ ഹൊറിസോണ്ടൽ ലൈന് 2 സ്ഥലത്ത് മുട്ടിയാൽ അതെന്തല്ല, 1, 1 അല്ല. അപ്പോൾ നമ്മൾ ആ 2 സ്ഥലത്തെ മുട്ടൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ആ ഡൊമൈനും റേഞ്ചും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡൊമൈനും റേഞ്ചും എന്തായിട്ട് മാറും? 0 മുതൽ ഇൻഫിനിറ്റി വരെ ആയിട്ട് മാറും. ഇത് നമ്മൾ പറഞ്ഞതാണ്. 0 മുതൽ ഇൻഫിനിറ്റി വരെ ഡൊമൈനും റേഞ്ചും ആണെങ്കിൽ x² 1, 1 ആണ്, 2 ആണ്, അല്ലെങ്കിൽ അല്ല. ഗ്രാഫ് വരച്ച് ഞാൻ പഠിപ്പിച്ചൊരു ക്വസ്റ്റ്യൻ ആണത്. ഓക്കെ, ഇനി ഈ ക്വസ്റ്റ്യന് ഓക്കെ, ഇത് 1, 1 ആൻഡ് 2 ആണോ ചെക്ക് ചെയ്യാനാണ്. ഓക്കെ, പക്ഷെ ഞാനിവിടെ x/x+1 എന്ന് പറയുന്നൊരു ക്വസ്റ്റ്യൻ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു, നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ്. പക്ഷെ ചോദിച്ചത് ഇതായിപ്പോയി. ഓക്കെ, നോ പ്രോബ്ലം. എന്താ ചെയ്യേണ്ടത്? 1, 1 ആണ് തെളിയിക്കാൻ f(x1) = f(x2) കാണുക. ഇത് ഇങ്ങോട്ട് ക്രോസ് ചെയ്യുക. ഓക്കെ, ക്രോസ് ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? x1 = x2 കിട്ടും. ഓക്കെ, ഇനി നോക്കുക, y = x-2/x-3 ആണ്. അപ്പോൾ നമുക്ക് ഇതിങ്ങോട്ട് ക്രോസ് ചെയ്യുക. അതിന് x = ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് 2 കാര്യം ചെക്ക് ചെയ്യാൻ നിങ്ങളോട് എപ്പോഴും പറയലുണ്ട്. /0 ഉണ്ടോ? അപ്പോൾ y-1/0 ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, /0 ഉണ്ടോ? y-1 നോക്കുക. ഇവിടെ /0 ഉണ്ട്, y-1 0 ആണ് അല്ലേ. y-1 0 ആയാൽ y = 1 അല്ലേ. അപ്പോൾ y = 1 ഡിനോമിനേറ്റർ 0 ആണെന്ന് കിട്ടി. ഇനി നമ്മൾ നോക്കണം ആ y എവിടെയാണ്? നമ്മളെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന r-3 6ലേക്കാണ്. ഈ 2ാമത്തെ സെറ്റിലാണ് y കിടക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. yകൾ 6ലുള്ളതാണ്. 6ൽ 1 ഇല്ലേ? ഉണ്ട്. അപ്പോൾ 6ൽ 1 എന്തുണ്ടാവില്ല? പ്രീമേജ് ഉണ്ടാവില്ല. ഇസ് ഇറ്റ് ക്ലിയർ? നേരെ കുറച്ച് r-1 ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. 6ൽ 1 കളഞ്ഞേക്കണ്. ഇവിടെ അങ്ങനെ കളഞ്ഞിട്ടില്ല ക്വസ്റ്റ്യനിൽ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? y എന്ന് പറയുന്നത് 1 ആകുക എന്ന് പറയുന്നത് പോസിബിൾ ആണ്. 6ൽ 1 ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നോട്ട് ഓൺ ടു എന്ന് പറയാം കേട്ടോ. y = 1 നമ്മുടെ കോഡൊമൈനായ 6ലുണ്ട്.
നേരെ മറിച്ച് R-1 വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമില്ല, ഇത് ഓൺ ടു ആണ്. R-1 അല്ലാത്തത് കൊണ്ട് ഇതെന്തല്ല, ഓൺ ടു അല്ല, R മാത്രമായതുകൊണ്ട് നോട്ട് ഓൺ ടു എന്നാട്ടോ. യെസ്, ഓക്കെ ആണല്ലോ മക്കളെ? യെസ്. ഇനി ശ്രദ്ധിച്ചോളുക, സം ഓഫ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ പ്രെഡിക്റ്റ് ചെയ്താന്നല്ല, എല്ലാവരും ലോകത്ത് പ്രെഡിക്റ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഓക്കെ, അത് നമ്മളുടെ മാത്രമല്ല, എല്ലാവരും പ്രെഡിക്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഈ അക്കങ്ങൾ മാറുന്നേ ഉള്ളൂ. A+A ട്രാൻസ്പോസ് A-A ട്രാൻസ്പോസ് കാണുക. അത് ഇവിടെ സാറ് കണ്ടുവച്ചിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ട് റെഫർ ചെയ്യുക ഇത് ശരിയാണോ എന്ന് കേട്ടോ. ഓക്കെ, എന്നിട്ട് എ എഴുതേണ്ടത് എങ്ങനെയാണ്? 1/2 A+A ട്രാൻസ്പോസ് 1/2 A-A ട്രാൻസ്പോസ്. ഈസ് ഇറ്റ് ക്ലിയർ? അപ്പോൾ അത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞ് ഇങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ സം ഓഫ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആയി. ഓക്കെ, യെസ്. 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നോക്കട്ടോ, ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നോക്കുക, ഫൈൻഡ് ദ ഡിറ്റർമിനൻറ്റ്. ഡയറക്റ്റ് ഡിറ്റർമിനൻറ്റ് കാണുക. ഡിറ്റർമിനൻറ്റ് കാണുന്നത് ഇവിടെ ഞാൻ പഠിപ്പിക്കുന്നില്ല, നമുക്ക് 9 എന്ന് കിട്ടും. എത്രയോ തവണ നമ്മൾ ചെയ്തതാണ് അല്ലേ? ഇനി ഡിറ്റർമിനൻറ്റ് 3A കാണാൻ പലരും എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു മാർക്കേ ഉള്ളൂ, അത് നോക്കാതെ 3A കണ്ട് അതിൻ്റെ ഡിറ്റർമിനൻറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമുക്കറിയാം ഇത് 3/3 ആയതുകൊണ്ട് K ഡിറ്റർമിനൻറ്റ് A, K⁻n ഡിറ്റർമിനൻറ്റ് A ആണ്. അപ്പോൾ ഡിറ്റർമിനൻറ്റ് 3 3 പുറത്ത് ചാടിയാൽ അതിൻ്റെ പവറിൽ ആര് വരും? ഇതിൻ്റെ ഓർഡർ 3/3 ആയതുകൊണ്ട് 3 വരും. 3³ ഡിറ്റർമിനൻറ്റ് A. ഡിറ്റർമിനൻറ്റ് A ഓൾറെഡി നിങ്ങൾ കണ്ടല്ലോ, നേരത്തെ ക്വസ്റ്റ്യൻ 9 ആണ്. 27 × 9 243. ഒറ്റ മാർക്കിൻ്റെ ചോദ്യമൊക്കെ അങ്ങനെ നമ്മൾ എഴുതണം കേട്ടോ. ഇവിടെ മെട്രിക്സ് അല്ല, ഇതിന് 1 മാർക്ക് പോരായിരുന്നു, 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ അവർ 1 മാർക്കിന് ചോദിച്ചു എന്നുള്ളൊരു പരാതി എനിക്കുണ്ട് കേട്ടോ. അപ്പോൾ ഇത് സാധാരണ പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഡിറ്റർമിനൻറ്റ് കാണുക. യെസ്, 2 ഡിറ്റർമിനൻറ്റും കാണുക. നമ്മൾ ഇവിടെ 15 എന്ന് കിട്ടും, ഇവിടെ -3x എന്ന് കിട്ടും. അപ്പോൾ അത് രണ്ടും ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ x = -5. സിമ്പിൾ ക്വസ്റ്റ്യൻ. യെസ്, 1 മാർക്കിനേ ഉള്ളൂ അല്ലേ? ചെയ്ത് വന്നപ്പോൾ 1 മാർക്കിനേ ഉള്ളൂ, പക്ഷേ 2 മാർക്കിനാണ് ചോദിക്കാറ്. ഓക്കെ, ഇനി അടുത്തത്, ഈ ഒരു ക്വസ്റ്റ്യൻ തെറ്റാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. തെറ്റാണ്. സാധാരണ ചോദ്യം നോക്കിയാൽ നിങ്ങൾ, ഇത് മാത്സിന് അവർ ശ്രദ്ധിക്കാതെ പോയ ഒരു സംഭവമാണ്. ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട ആളെടുത്ത് ജസ്റ്റ് ഒന്ന് പാളിപ്പോയതാണ്. സാരമില്ല, അതൊക്കെ സ്വാഭാവികമാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫംഗ്ഷൻ ഈസ് ഡിഫറൻഷ്യബിൾ ബട്ട് നോട്ട് കണ്ടിന്യൂസ്? ഡിഫറൻഷ്യബിൾ ആണ്, പക്ഷെ എന്തല്ല, കണ്ടിന്യൂസ് അല്ല. അങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ടാവില്ല. കണ്ടിന്യൂസ് ആണെങ്കിൽ മാത്രമേ അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഫംഗ്ഷൻ ആദ്യം കണ്ടിന്യൂസ് ആണെങ്കിൽ പിന്നെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. തിരിച്ചാവാം, കണ്ടിന്യൂസ് ആണ് നോട്ട് ഡിഫറൻഷ്യബിൾ ആവാം. കണ്ടിന്യൂസ് ആയവരൊന്നും എന്തല്ല, ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. അതിൻ്റെ ഒരേ ഒരു ഉദാഹരണം നിങ്ങൾക്ക് പഠിക്കാനുള്ള മോഡെക്സാണ്. അപ്പോൾ അവർ ചോദിച്ച ചോദ്യം എന്താണ്? കണ്ടിന്യൂസ് ആണ് ബട്ട് നോട്ട് ഡിഫറൻഷ്യബിൾ ആണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അതുകൊണ്ട് mod x+2 എന്ന് പറയാം. അല്ലാതെ ഡിഫറൻഷ്യബിൾ ആണ് പക്ഷേ കണ്ടിന്യൂസ് അല്ല എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ലോകത്തില്ല. ഇനി എവിടെയെങ്കിലും ഉണ്ടോ? യെസ്, ഞാൻ കുറേ തവണ 100 തവണ എല്ലാ സ്ഥലത്തും പറഞ്ഞാണ് 100% പ്രെഡിക്റ്റ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. 100% പ്രെഡിക്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെയാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക? x² ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, 2x കിട്ടും. xy പ്രൊഡക്റ്റ് റൂൾ വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ദെൻ y² 2y, ഡെറിവേറ്റീവ് ഓഫ് dy/dx വെക്കണം. ആൻസർ കീ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് തവണ നമ്മൾ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ എന്നിട്ട് dy/dx ഉള്ള ടേമും ഇല്ലാത്ത ടേമിനെ അങ്ങോട്ടേക്ക് തള്ളുക. ഇവിടെ കോമൺ ആയിട്ട് dy/dx എടുക്കുക. ഈ ടേം ഇങ്ങോട്ടേക്ക് തള്ളിയാൽ നമുക്ക് ആൻസർ കിട്ടി. ഒരുപാട് തവണ നമ്മൾ 100% പ്രെഡിക്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. യെസ്, ഇനി ഇവിടെ ഇതും ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ചെയ്തു പോയത് സൈൻ ഇൻവേഴ്സ് ആയി പോയി. എന്തങ്ങനെ പറ്റിയെന്നറിയില്ല. ഞാൻ ചെയ്തത് സൈൻ ഇൻവേഴ്സ് x ആണ്, പക്ഷേ വന്നത് കോസ് ഇൻവേഴ്സ് x ആണെന്ന് മാത്രം. ഞാൻ ചെയ്തത് സൈൻ ഇൻവേഴ്സ് x ആണ്, വന്നത് കോസ് ഇൻവേഴ്സ് x ആണ്. നമ്മുടെ 3 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു സെറ്റിൽ ഈ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു കേട്ടോ. 3 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ തന്നിൽ ഒരു സെറ്റിൽ ഈ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പം ഇവിടെ dy/dx കണ്ടുപിടിക്കേണ്ടത് കൊണ്ട് തന്നെ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, എക്സിന് tan θ കൊടുക്കുക. അപ്പോൾ 1 - tan² θ / 1 + tan² θ വരും. അത് cos 2θ ഇക്വേഷനാണ്, +1 പഠിച്ചതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് 2θ 2 tan inverse x എന്ന് വരും. ഓക്കെ, ഈസ് ഇറ്റ് ക്ലിയർ? ഈ കോസ് ഇൻവേഴ്സും കോസും വെട്ടി കഴിഞ്ഞാൽ 2 tan θ 2 tan inverse x എന്ന് വരും. അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ tan ഇൻവേഴ്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 1/1 + x². സോ 2 × 1/1 + x². ഇത് സൈൻ ഇൻവേഴ്സിൽ നമ്മൾ ചെയ്തതാണ്, പക്ഷെ ചോദിച്ചത് കോസ് ഇൻവേഴ്സ് ആയിപ്പോയി. ഓക്കെ, യെസ് മക്കളെ, അടുത്ത സിസ്റ്റം ഓഫ് ഇക്വേഷൻ സോൾവ് ചെയ്യുക. അത് നിങ്ങൾക്ക് അറിയാം. ഓക്കെ, അതിൻ്റെ ആൻസർ മാത്രം ഞാൻ പറയുന്നു. x, y, z ഇതും എല്ലാവരും പ്രെഡിക്റ്റ് ചെയ്തതാണ്, നമ്മൾ മാത്രമല്ല. ഷുവർ ക്വസ്റ്റ്യൻ ആണ്, 100%. ഈ മോഡൽ നമ്മൾ ചെയ്തതാണ്. ഇതേ സംഭവം തന്നെ വരുന്നില്ല, അക്കങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വന്നു എന്ന് മാത്രം. ഇത് പിന്നെ എല്ലാവരും പ്രെഡിക്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്, നോ പ്രോബ്ലം. ഓക്കെ, യെസ്. ഇനി 18ാമത്തെ ക്വസ്റ്റ്യൻ. ഇത് ശ്രദ്ധിക്കുക, ഈ മോഡൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇന്നലത്തെ പ്രഡിക്ഷൻ ലൈവിൽ സുമയ്യ മിസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു മോഡൽ കേട്ടോ. സുമയ്യ മിസ്സിൻ്റെ ഇതിൽ ഈ മോഡൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് മോഡലൊന്ന് മാറിയെന്ന് മാത്രം, പേടിക്കാനൊന്നുമില്ല. എക്സും വൈയും കാണണം.
ഓക്കെ, എത്ര മാർക്കുണ്ട്? 2 മാർക്കാണത്. അപ്പോൾ എക്സിന് 1 മാർക്കും വൈക്ക് 1 മാർക്കും കിട്ടും അല്ലേ? അപ്പോൾ ഇത് ഒന്നായിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ട് ചെയ്യേണ്ട കാര്യമില്ല മക്കളെ. ഈ 2ന് ആദ്യം എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എക്സിൻ്റെ കറസ്പോണ്ടിങ് 3 ആണ്, ഇവിടെ 7 ആണ്. അപ്പോൾ ഈ 2നെ എക്സ് കൊണ്ട് ഗുണിക്കുക, +3 = 7 എന്ന് എഴുതാം. 2x + 3 = 7. ഇസ് ഇറ്റ് ക്ലിയർ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇത് അങ്ങോട്ട് പോകുമ്പോൾ 2x 4 x 2 എന്ന് കിട്ടും. ഇനി അതുപോലെ തന്നെ മക്കളെ ഇതിൽ y കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? y ഉള്ള ടേം പിടിക്കാം. y - 3 പിടിച്ചു അല്ലേ? അപ്പോൾ 2 × y - 3 ചെയ്യണം. +2 കറസ്പോണ്ടിങ് എലമെൻറ്റ് = കറസ്പോണ്ടിങ് എലമെൻറ്റ് 16. y - 3 + 2 = 14. അപ്പോൾ y എന്ത് വരും? y - 1 14 എന്ന് വരും. ഇതങ്ങോട്ട് പോകുമ്പോൾ y = 15 എന്ന് കിട്ടും. 2നും ഓരോ മാർക്കാണ്. ഓക്കെ, യെസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഇവിടെ ഇതും നല്ല ട്രിക്കി ക്വസ്റ്റ്യൻ ആട്ടോ, നല്ല ട്രിക്കി ക്വസ്റ്റ്യനാണ്. ജസ്റ്റ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. എടാ ഇതൊരു 3/3 മാട്രിക്സ് ആണ് അല്ലേ? ഇതൊരു 3/2 മാട്രിക്സ് ആണ്. അപ്പോൾ ഇത് മാട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നറിയാൻ ഇവർ രണ്ടുപേരും തുല്യമായതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി അതിൻ്റെ ഓർഡർ എന്തായിരിക്കും? പ്രോഡക്റ്റ് എ ബിയുടെ ഓർഡർ എന്തായിരിക്കും മക്കളെ? എ ബിയുടെ ഓർഡർ എന്തായിരിക്കും? ഇത് ഈ 3യും ഈ 2വും 3/2 ആയിരിക്കും. അപ്പോൾ എ ബിയുടെ ഓർഡർ എത്രയാണ്? 3/2 ആണ്. ഇനി നോക്കട്ടോ, എ ബി കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഈ മാട്രിക്സും ഗുണിക്കാം. അങ്ങനെ ഗുണിച്ചാൽ ഈ മാട്രിക്സ് കിട്ടും. നിങ്ങൾ ഗുണിച്ച് നോക്കുക, മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, ഞാൻ പെട്ടെന്ന് പറയുന്നതുകൊണ്ട് ഞാൻ ഈ ഗുണിച്ച് കാണിക്കുന്നില്ല. ഗുണിച്ചാൽ ഇത് കിട്ടും, ഉറപ്പാണ്. പക്ഷെ അടുത്ത ക്വസ്റ്റ്യന് പല കുട്ടികളൊന്നും എന്ത് ചെയ്തിട്ടുണ്ടാകും? നോക്കിയേ, B∩A ട്രാൻസ്പോസ് ആണ് ചോദിച്ചത്. അപ്പോൾ ഈ ബിൻ്റെ ട്രാൻസ്പോസ് എടുക്കും, എൻ്റെ ട്രാൻസ്പോസ് എടുക്കും. എങ്ങനെ എടുക്കും? ബിൻ്റെ ട്രാൻസ്പോസ് എടുക്കും, എൻ്റെ ട്രാൻസ്പോസ് എടുക്കും. ട്രാൻസ്പോസ് എടുത്ത് എഴുതാണെങ്കിൽ 2 സ്റ്റെപ്പ് അത് പോയി. പിന്നെ ഇത് 2 കൂടി ഗുണിക്കണം. മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാനുള്ള പണി നിങ്ങൾക്ക് അറിയാലോ. ഇവിടെ ഒരു ഗുണനം തന്നെ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞിട്ട് ചെയ്തതാവില്ല അല്ലേ? അപ്പോഴാണ് അടുത്തതും ഗുണനം. എടാ ശ്രദ്ധിക്കടാ, 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഒരു ട്വിസ്റ്റ് അവിടെ ഉണ്ടാവും. നിങ്ങൾക്ക് ആ പ്രോപ്പർട്ടി അറിയുമെന്ന് അറിയാൻ വേണ്ടിയിട്ടതാണ്. ഏതാണ് ആ പ്രോപ്പർട്ടി? AB ഹോൾ ഡാഷ് = B'(A'). അപ്പോൾ നമ്മൾ B'(A' കണ്ടുപിടിക്കുക എന്ത് ചെയ്താൽ മതി? എ ബിയുടെ ട്രാൻസ്പോസ് എടുത്താൽ മതി. എ ബി എന്താണ്? 2 - 1 താഴോട്ട് എഴുതുക, അല്ല -2 - 1 താഴോട്ട് എഴുതി. അടുത്ത റോ ഏതാണ്? -5 - 4 താഴോട്ട് എഴുതി. -5 - 4 അടുത്ത കോളാക്കി എഴുതി. ഈ റോ -7 - 6 അത് അടുത്ത കോളമാക്കി എഴുതി. യെസ്, ഈ ട്രാൻസ്പോസ് എടുക്കേണ്ട ഗതികേടേ ഉള്ളൂ. അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ ഞാൻ ഈ പറഞ്ഞത് കേട്ടിട്ട് നിങ്ങളൊന്ന് ചിരിക്കണം കേട്ടോ. B'(A') ഹൈവ നല്ല ക്വസ്റ്റ്യൻ, വേറെ ക്വസ്റ്റ്യൻ ഒന്നും കിട്ടുന്നില്ല. മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യാൻ അറിയാം, ട്രാൻസ്പോസ് എടുക്കാൻ അറിയാം എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. ഇത്ര സിമ്പിളായിട്ട് 1 മാർക്ക് കണ്ടുമ്പോൾ തന്നെ അതിൽ എന്തോ ഒരു ട്വിസ്റ്റ് ഉണ്ട് നിങ്ങൾക്ക് ചിന്തിക്കായിരുന്നു. ഓക്കെ, ഇനി ഇത് സിമ്പിളാണ്. ചെക്ക് ദ കണ്ടിന്യൂറ്റി ഓഫ് ദ ഫോളോയിങ് ഫംഗ്ഷൻ. എന്താ നിങ്ങൾ ചെയ്യുക? ഇവിടെ LHL എന്ത് വരും? ഈ 1നെ ഇങ്ങോട്ട് കൊടുക്കുക. അപ്പോൾ LHL എന്ത് കിട്ടും? 1 എന്ന് കിട്ടും. RHL എന്താണ്? ഗ്രേറ്റർ ദാൻ സിമ്പിളുള്ള ആളെ ഇതാ 2 ആണ്. അവിടെ പിന്നെ ഒന്നും കൊടുക്കാനില്ല, അത് 2 തന്നെയാണ്. അത് രണ്ടും ഈക്വൽ അല്ല, നോട്ട് കണ്ടിന്യൂസ് ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ എടാ മക്കളെ, ഞാൻ ഇന്നലെ നമ്മുടെ പ്രഡിക്ഷനിൽ ചെയ്തിട്ടുണ്ട് ഈ ക്വസ്റ്റ്യന്. പക്ഷേ എന്താ അറിയാം, സാറ് ചെയ്തത് x³ ആയി പോയടാ. cos of x³ ആയി. സാറ് പറഞ്ഞിട്ടുണ്ട് cos x കണ്ടിന്യൂസ് ആണ്, cos x കണ്ടിന്യൂസ് ആണ്, x³ കണ്ടിന്യൂസ് ആണെന്ന് സാറ് പറഞ്ഞു. പകരം അപ്പം തന്നെ ഞാൻ പറഞ്ഞു അവിടെ mod x log x ex ഒക്കെ വരാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എടാ ഇവർ ചോദിച്ചത് എന്താണ്? cos of mod x ആണ്. അപ്പം നോക്കാം മക്കളെ, ഇസ് ഇറ്റ് ക്ലിയർ? mod x കണ്ടിന്യൂസ് ആണ്, cos x കണ്ടിന്യൂസ് ആണ്. അതുകൊണ്ട് അവരുടെ കോമ്പോസിഷൻ cos of mod x കണ്ടിന്യൂസ് ആണ് എന്ന് എഴുതാം. ഇസ് ഇറ്റ് ക്ലിയർ? 2 മാർക്കാണ് അതിന് കിട്ടുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു മെത്തേഡാണത് കേട്ടോ. ഇനി ഇതും എടാ സാറ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇന്നലത്തെ ഇതിൽ. ഇവിടെ പക്ഷേ സാറ് cos x ആണ് വന്നത്, ഇവിടെ പൈ ആണ് വന്നത്. ആ വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ മക്കളെ, ആ വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ ഞാൻ ചെയ്ത ക്വസ്റ്റ്യനിൽ. പക്ഷേ ഇത് ചെയ്യാൻ അത് ചെയ്യാൻ പഠിച്ചോണെങ്കിൽ ഇത് ചെയ്യാം. എന്താ ചെയ്യേണ്ടത്? ഈ π/2 എടുത്ത് ഇവിടെ കൊടുക്കുക. അപ്പോൾ k × π/2 - 1. ഈ π/2 എടുത്ത് സൈനിന് കൊടുക്കുക. അപ്പോൾ അത് sin π/2 വരും. sin π/2 1 ആണ്. അപ്പോൾ നമ്മളിത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ k = 4/π എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, ഇനി ഇത് രണ്ടും ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടില്ല. കാരണം ഇവിടുന്ന് ക്വസ്റ്റ്യൻ വരും എന്നുള്ള പ്രതീക്ഷ നമുക്കില്ലായിരുന്നു. അത്രയിടം വരെ ഇല്ല, ലോഗരിതമിക് ഡിഫറൻഷിയേഷൻ വരെ ഉള്ളൂ എന്നാണ് കേട്ടത്. അപ്പോൾ ഓക്കെ, നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഒന്ന് പറയാം. ഇത് ലോഗരിതമിക് ഡിഫറൻഷിയേഷനിലെ ക്വസ്റ്റ്യൻ ആണ്. നോക്കുക, നമ്മൾ എന്ത് ചെയ്യുക? യെസ് മക്കളെ, എന്താണ്? y = √x - 1/, അത് എഴുതുക. ഈ റൂട്ട് എന്ന് പറഞ്ഞാൽ raised to 1/2 ആണ്.
അതും ഞാൻ എഴുതി. എന്നിട്ട് രണ്ട് സൈഡിലും ലോഗ് എടുക്കുക. ലോഗ് എടുക്കുമ്പം ലോഗ് എ റൈസ് ടു ബി എന്ന് പറഞ്ഞാൽ ബി ലോഗ് എ ആണ് അല്ലേ, ബി ലോഗ് എ ആണ്. അപ്പം ആ റിസൾട്ട് നമ്മളിവിടെ ഉപയോഗിക്കുക. ആ 1/2 സൈഡിലേക്ക് എഴുതി, ലോഗ് അതിനുള്ളിൽ ബാക്കിയുള്ളത്. ഇസ് ഇറ്റ് ക്ലിയർ? ഇനി നമുക്കറിയാം ലോഗ് എ ബൈ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലോഗ് എ മൈനസ് ലോഗ് ബി ആണ് കേട്ടോ. യെസ് മക്കളെ, ഓക്കെ, അറിയാലോ ലോഗ് എ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ലോഗ് എ ഇതാക്കി എടുക്കുക, മൈനസ് ബാക്കി താഴെയുള്ളത്. ഇനി ഇതിനെന്ത് ചെയ്താൽ മതി? ലോഗ് വൈ എന്ന് എഴുതുക, ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ മക്കളെ ഇവിടെ 1/y dy/dx എന്നാണ് വരിക. 1/y dy/dx ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ലോഗ് എക്സ് മൈനസ് 1 ഡെറിവേറ്റീവ് എന്താ? 1/x - 1 ആണ്. മൈനസ് 1/x - 2 മൈനസ് 1/x - 3. എന്നിട്ട് dy/dx കാണാനാണ് ക്വസ്റ്റ്യൻ. അതിന് നമുക്ക് എന്ത് ചെയ്യാം? ഈ y ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ 1/2 y ഇൻറ്റു, ഓക്കെ, ഇത് താഴെ എഴുതി കഴിഞ്ഞാൽ ആൻസറായി. ഇസ് ഇറ്റ് ക്ലിയർ? യെസ് മക്കളെ, ഇനി നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യന് ഒന്ന് പാരാമെട്രിക് ഫോം ഓഫ് ഡിഫറൻസിയേഷൻ ആണ്. യെസ് മക്കളെ ശ്രദ്ധിക്കുക, പാരാമെട്രിക് ഫോം ഓഫ് ഡിഫറൻസിയേഷൻ ആണ് വന്നത്. ഇത് ആ ക്വസ്റ്റ്യൻ എടുക്കുന്നു. y ഈക്വൽ ടു എ തീറ്റ മൈനസ് സൈൻ തീറ്റ, സോറി എക്സ് ഈക്വൽ ടു എ തീറ്റ മൈനസ് സൈൻ തീറ്റ എന്ന് വരും. അത് കഴിഞ്ഞാൽ അടുത്തത് ഏതാണ്? എ ഇൻറ്റു 1 + കോസ് തീറ്റ. വൈ ഈസ് ഈക്വൽ ടു എ ഇൻറ്റു 1 + കോസ് തീറ്റ. ഇവിടെ നമ്മൾ രണ്ടിനെയും വിത്ത് റെസ്പെക്ട് ടു തീറ്റ ചെയ്യും. അപ്പോൾ നോക്കുക, ഇതിനെ dx/d θ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എ ഇൻറ്റു തീറ്റയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു തീറ്റ 1 ആണ്. സൈൻ തീറ്റയുടേത് കോസ് തീറ്റയാണ്. ഇവിടെ dy/dx ഈക്വൽ ടു എ ഇൻറ്റു 1 + കോസ് തീറ്റ, 1ൻ്റെ 0, മറ്റേത് മൈനസ് സൈൻ തീറ്റ. ഇനി നമുക്ക് dy/dx ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. dy/dθ/dx/dθ എന്ന് വരും. dy/dθ/dx/dθ അറിയാലോ. dy/dx എഴുതുമ്പോൾ y ആദ്യം എഴുതണം കേട്ടോ. ആദ്യം ചെയ്തത് ആദ്യം കൊണ്ട് എഴുതരുത്, y-ൻ്റെ ടേം ആദ്യം എഴുതണം. അഥവാ a മൈനസ് എ സൈൻ തീറ്റ ബൈ എ ഇൻറ്റു 1 - കോസ് തീറ്റ. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സൈൻ തീറ്റ ബൈ 1 - കോസ് തീറ്റ. ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇത്രയും നമ്മൾ ഒന്ന് ഫാസ്റ്റായിട്ട് ചെയ്തതാണ്. ഏതെങ്കിലും ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഓക്കെ, യെസ്, ഓക്കെ, താങ്ക് യു വെരി മച്ച്.